നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജ്യമൊന്നാകെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോകാനൊരുങ്ങുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. ആ ചർച്ചകൾ ഇത്രയധികം ശക്തി പ്രാപിക്കാനുള്ള കാരണം ബിജെപിയിൽ ആരൊക്കെ പ്രമുഖർ മത്സരിക്കും എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആരൊക്കെ മത്സരിക്കുമെന്ന ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന CPM ഒപ്പം ഉള്ള അഭ്യൂഹങ്ങൾ, മാധ്യമങ്ങൾ പടർത്തുന്ന അഭ്യൂഹങ്ങളൊക്കെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ആകാംക്ഷയോടെ ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നത്. എന്തെങ്കിലും അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ പോലും നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നോക്കുന്ന, അല്ലെങ്കിൽ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരുമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി എന്നത് കേരളത്തിലെ ബിജെപി നേതൃത്വം വരെ കേന്ദ്രത്തോട് വളരെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണം നടത്തണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞതാണ്. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇനി അടുത്തത് തിരുവനന്തപുരം ആരായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ചാണ്. ശശി തരൂർ അടക്കമുള്ളവരുടെ പേരുകൾ പല ഘട്ടങ്ങളിലും പറഞ്ഞു കേട്ടു. ശശി തരൂർ ബിജെപിയിലേക്ക് വരുന്നു, ശശി തരൂർ ബിജെപിയുമായി അടുക്കുന്നു, അല്ലെങ്കിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശശി തരൂർ മാത്രമല്ല, ഇക്കുറി അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് ശോഭനയുടേത് കൂടിയാണ്. എന്നാൽ കേരള നേതൃത്വം കൊടുത്ത ആ ലിസ്റ്റിൽ ശോഭനയുടെ പേരുണ്ട്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശരിയല്ല. കാരണം കേരളത്തിലെ ബിജെപി നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ സീറ്റിലേക്കും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കിക്കോളൂ എന്നാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള യാതൊരു സ്പെക്കുലേഷനും സത്യത്തിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അതിനുള്ള കാര്യവുമില്ല, പറയുന്നത് ശരിയുമല്ല. തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള പേരുകൾ പരിഗണിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം ലിസ്റ്റ് കൊടുത്തു, ആ ലിസ്റ്റിൽ ശോഭനയുടെ പേരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. സംസ്ഥാന നേതൃത്വത്തോട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു ലിസ്റ്റിന്റെയോ ഒരു സ്ഥാനാർത്ഥിയോ നിങ്ങൾ പറയേണ്ടതില്ല, ഇക്കുറി മോദിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്ന് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി അറിയാം. അതൊക്കെ നിലനിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ശോഭനയോട് സുരേഷ് ഗോപി സംസാരിച്ചു, സുരേഷ് ഗോപി സംസാരിക്കുമ്പോൾ ശോഭന സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ശോഭനയായിരിക്കുമോ മത്സരിക്കുന്നത്, തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതെന്ന് ഏതാണ്ട് ഏറെക്കുറെ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായ തീരുമാനത്തിലും എത്തിയത് തന്നെയാണ്. അത് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കന്മാരോട് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കേൾക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും ഒരു സത്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ ISRO ചെയർമാന്റെ പേര് വരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്രത്തിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും തിരുവനന്തപുരത്തെന്ന് വ്യക്തമാവുകയാണ്. അത് ശോഭനയാകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രം തന്നെയാണ്. ശോഭനയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സീറ്റുകളിൽ ശോഭന മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ശോഭന ഇക്കുറി മത്സരിക്കുമോ, അല്ലെങ്കിൽ ശോഭന അതിന് തയ്യാറാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ശോഭനയെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാമോ ആ രീതിയിലെല്ലാം ആക്രമിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ശോഭനയെ പോലെ ഒരാൾ ഒരുപക്ഷെ ഈ മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുക പോലുമില്ല. ഏതായാലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ പിൻബലത്തിലോ അല്ലെ അറിവിന്റെ പിൻബലത്തിലോ അല്ല മാധ്യമങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് സത്യമായ കാര്യം. ഏതായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ ഇക്കുറി ആദ്യം പ്രഖ്യാപിക്കുമോ എന്ന കാര്യം പോലും സംശയമുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കെ സുരേന്ദ്രനും സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. യാത്ര മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഏകദേശ ധാരണകളൊക്കെ ആയതായി സൂചനകൾ വരുന്നുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥികളെ അവർ ഓൾറെഡി പല മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇക്കുറി ഏതായാലും മോദിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും. അത് ബിജെപിക്കാർക്ക് പോലും ആരാണെന്ന് ഇതുവരെയും നിശ്ചയമുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.